ഹലോ ഫ്രണ്ട്സ്, ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വയനാട്ടിൽ നല്ല മഴയും തണുപ്പുമാണ്. വയനാട്ടിൽ മാത്രമല്ല കേട്ടോ മഴ, എല്ലാ ജില്ലകളിലും നല്ല മഴയാണ്. ഏകദേശം സ്കൂളുകളൊക്കെ എല്ലാ ജില്ലകളിലും അവധിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടെ ഒന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് ഏട്ടന് ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അടുക്കളയിൽ ചിക്കൻ വറക്കുന്നുണ്ട്, നാത്തൂനാണെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. പൊക്കി പറയല്ല കേട്ടോ, ഉള്ളി അരിയുന്നതിൽ ഒരു പ്രത്യേക വൈഭവമുള്ളൊരു കുട്ടിയാണ് എൻ്റെ നാത്തൂൻ. വളരെ സ്പെഷ്യലിസ്റ്റാണ് ഉള്ളി അരിയാൻ വേണ്ടിയിട്ട്. അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകളോട് കണ്ടതുകൊണ്ട് ഭയങ്കര കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഈ വർത്താനം പറയുന്നതിൻ്റെ ഇടയിലാണ് ഈ പണികളും അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഏട്ടൻ വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനിത് ആക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു. ടൊമാറ്റോ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യത്തിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറൊന്നും ആക്കണ്ടെന്നൊക്കെ തോന്നിപ്പോയി ഞങ്ങൾക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് അടുക്കളയിൽ നിന്ന് നീങ്ങി ഓടി വരുന്ന ആളാണ് കേട്ടോ എൻ്റെ ഏട്ടൻ. ഇത് കണ്ടോ, ചിക്കൻ വറക്കുന്നതിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. ആകപ്പാടെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്യും കേട്ടോ. ഇത് ഞങ്ങളുടെ 100 വയസ്സുള്ള അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അമ്മമ്മ നോക്കുകയാണേ. ഇത് അനിയനാണ്, അവനിരുന്ന് ടി വി കാണുന്നുണ്ട്. ഇത് അച്ചച്ചനും തനുമോൾ എവിടെയോ കളിച്ചിട്ട് വീണിട്ടുണ്ട്. അച്ചച്ചനെടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഓടി പഠിച്ച് വന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായി. കരച്ചിൽ കേട്ട് ഓടി വന്നതാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് എല്ലാവരും മാറിയ സമയത്ത് അമ്മ വന്നതേ. അമ്മ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി വന്നതാ. അമ്മ എന്താ സംഭവം നടക്കുന്നതെന്ന് മനസ്സിലായില്ല. എല്ലാവരും തകൃതിയായ പാചകത്തിലാണ്, അമ്മയും കൂടി ഇളക്കാൻ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് നെയ്ച്ചോറിലും ഒന്ന് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ സെറ്റാക്കുകയാണ്. പക്ഷേ ആദ്യത്തെ ഘട്ടം പാളിപ്പോയിട്ടോ. എങ്കിൽ സാരമില്ല, ഞാനത് നന്നാക്കി ഭംഗിയാക്കി എടുത്തു. അപ്പോഴത്തേക്കും തനുമോൾ ഓടി വന്നു. മാമി മാമി എന്ന് വിളിച്ചുകൊണ്ട് തനു ഇങ്ങനെ പുറകെ വരും കേട്ടോ. തനുവിന് ഇങ്ങനെ കുക്കിംഗ്, പൊതുവേ പെൺകുട്ടികൾക്ക് കുക്കിംഗ് ഒക്കെ അടുക്കളയിൽ നിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മളും കുഞ്ഞിലെ അങ്ങനെ ആയിരുന്നില്ലേ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. വീട്ടിലെന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഏകദേശം ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതാ ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിനുള്ള ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്, വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ ഉള്ളിയൊക്കെ നല്ലോണം വാടട്ടേന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നെയ്ച്ചോറ് അടുപ്പത്ത് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പലവക സാധനങ്ങൾ, അതായത് പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, ബേ ലീവ്സ് എല്ലാം ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി അതിനകത്തോട്ട് 2 സവാള അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാളയും കൂടി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കറിക്കും കൂടി ഉള്ളതാണ് കേട്ടോ, അതാണ് അധികം കാണുന്നത്. എൻ്റെ ഉള്ളി ഒരു ഇച്ചിരി അടി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ടൊമാറ്റോ ജ്യൂസാക്കി വെച്ചിരുന്നു ഞാൻ ചിക്കൻ കറിക്കും നെയ്ച്ചോറിനും വേണ്ടിയിട്ട്. അതും കൂടെ ആയി വെള്ളം ഒഴിച്ചു. ഇനി ഒരു അരമുറി നാരങ്ങ പിഴിയുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുതിർത്ത് വെച്ച അരി കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അത് ദമ്മിട്ടു കേട്ടോ. ദമ്മിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പോഴത്തേക്കും ഇതാ ചിക്കൻ്റെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ടൊമാറ്റോ ജ്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതിന് വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് അനിയൻ അപ്പോഴത്തേക്ക് അടുക്കളയിൽ വന്നു. അവൻ ഇളക്കാൻ ചേച്ചമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ ഇളക്കുന്നുണ്ട്. ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച് ചിക്കനും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ലതുപോലെ അവൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അടുക്കളയിലുണ്ടാവും. അക്കി വന്ന അവനും അടുക്കളയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ കുറച്ച് ലീലാവിലാസങ്ങൾ. ഇതൊക്കെ ഏട്ടൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ചിക്കനും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നെയ്ച്ചോറും അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ നോർമൽ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റത്തെ 5 മിനിറ്റ് മാത്രമാണ് ദമ്മിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ വേവൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി അവിടുത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ദാച്ചനും മോളും അകിയും തനുകൂടിയിരുന്ന് ടി വി കാണുന്നുണ്ട്. പിന്നെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്ന് അമ്മയുടെ ഓരോ പരിപാടികളൊക്കെ കേട്ടോണ്ട്, കഥകളൊക്കെ കേട്ടോണ്ട് നിൽക്കുക. തൊഴിലുറപ്പിന് പോയ വിശേഷങ്ങളൊക്കെ പറയുകയാണേ. പിന്നെ അച്ഛൻ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് ക്യാമറ കൊണ്ട് വന്നപ്പോഴാണ് അച്ഛന് മനസ്സിലായത് വീഡിയോ എടുക്കുകയാണെന്ന്. അപ്പോൾ ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട്. ഇതാ നമ്മുടെ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം നമ്മുടെ കറിയും ചിക്കൻ റോസ്റ്റും കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ബിരിയാണി സ്റ്റൈലിൽ ഞാനത് ദം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയും തിരക്കും പിന്നെ പിള്ളേരുടെ ബഹളവും എല്ലാം കൂടി ആയിട്ട് എല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടിയില്ല. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ചെരുവത്തിനകത്തോട്ട് എടുത്തിട്ടാണ് അത് ചോറും കറിയും ചിക്കനും കൂടെ ദം ചെയ്തത് കേട്ടോ. പിന്നെ അതാ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു, തനുവിനും അമ്പൂനും കൊടുത്തു. അമ്മ ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു, അമ്മ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, പൊക്കി പറയുന്നതല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ ബിരിയാണി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവരിപ്പോൾ തന്നെ പോകും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.